മക്കളെ, ഇന്ന് നമ്മൾ പേഡ് എന്ന കവിതയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ് നോക്കുന്നത്. അതിൽ നമ്മളിവിടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് വർക്ക് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ അല്ലാതെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആക്ടിവിറ്റി ഉണ്ട്. അതാണ് നമ്മളിന്ന് നോക്കുന്നത്. രണ്ടാമത്തെ വീഡിയോയിലായിരിക്കും നമ്മൾക്ക് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഇടുന്നത് കേട്ടോ. അതായി കാണുന്ന ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ ആശയം എഴുതാനുണ്ട്, അത് പിന്നെ ഒരു ലെറ്റർ, അങ്ങനെ 3 ക്വസ്റ്റ്യനാണുള്ളത്. ലാസ്റ്റിലേക്ക് ഇവിടെ നമുക്ക് കവിതേൻ്റെ ആശയം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കവിതാക്ക് ആശയം ലിഖിക്കാൻ വേണ്ടിയൊരു ക്വസ്റ്റ്യൻ, പിന്നെ ഒരു കത്ത് എഴുതാൻ, അതായത് അപ്പന മത്ത് പ്രകൃത കർത്ത ഹുയ കവിക്ക് നാം പർ, നമ്മുടെ അഭിപ്രായം വ്യക്തമാക്കിക്കൊണ്ട് കവിക്ക് കത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കവിത എഴുതിയ കവിക്ക് വേണ്ടിയിട്ട് കത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടല്ലോ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻ, അതും കൂടെ നമ്മൾ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കവിതാ മേ പേട് കിൻ കിൻകോ സിൽത്താ ഹെ ചുനുക്കർ നീച്ചെ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കവിതയിൽ പേട് മരം എന്തിനെയൊക്കെയാണ് തുന്നുന്നത്? ഈ കവിതയിൽ പറയുന്നുണ്ട് മരം എന്തിനെയൊക്കെ തുന്നുന്നു, എന്തിനെയൊക്കെ തുന്നി ചേർക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതെന്തിനെയൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തുമ്നെ കിത്തനെ സിലേ കിനാരെ, ഇതിലവിടെ അങ്ങനെ പറയുന്നുണ്ട്. സിലേ എന്നുള്ള ഭാഗം നിങ്ങൾ നോക്കിയാൽ മതി. സിലേ കിനാരെ തീരങ്ങൾ തുന്നിച്ചേർത്തു. സിലി സെമീനെ, സിൽന പറഞ്ഞാൽ തുന്നുക, സിലി പറഞ്ഞാൽ സ്ത്രീലിംഗം ആണെന്നേ ഉള്ളൂ, അതിൻ്റെ അർത്ഥം തന്നെയാണ് തുന്നുക. സെമീനെ, പിന്നെ അതുപോലെ തന്നെ സിലേ പശ്മിനെ, കണ്ടോ? ഇങ്ങനെ ഈ സിലേ വരുന്ന ഭാഗമാണ് നിങ്ങൾ നോക്കേണ്ടത്. അത് വെച്ചിട്ട് താഴെ തന്നിരിക്കുന്ന, ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിലേക്ക് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ താഴെ നമ്മൾ എഴുതേണ്ടത് ധൂബ് ഇവിടെ തന്നിരിക്കുന്നു. ധൂബ് കണ്ടോ? ധൂബ് സിലേ കവിതയിലുണ്ട്, ധൂബ് സിലേ ഹേ. അതുപോലെ തന്നെ എന്തൊക്കെയാണ് തുന്നി ചേർത്തിരിക്കുന്നത് എന്നിവിടെ റൗണ്ട് ഇതാ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് എഴുതാനുള്ളത് റൗണ്ടിലാക്കിയിട്ടുണ്ട്. ഹവായേ, ഗോൻസലെ, ധൂബ്, കിനാരെ, ജമീനെ, ഫൂൽ. ബാക്കിയൊന്നും നമ്മളെ കവിതയിൽ പറയുന്നില്ല. ഗർ എന്നത് നമ്മളെ കവിതയിൽ പറയുന്നില്ല. സാഗർ, രാത്ത്, ചാന്ത്, കിതാബ്, തിനുക്ക, സപ്ന, കപ്പടെ, അതൊന്നും തുന്നി ചേർക്കുന്നതായിട്ട് കവിതയിൽ പറയുന്നില്ല. കവിതയിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ റൗണ്ടിൽ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി എഴുതുക. അതിന് പുറമെ നിങ്ങൾക്ക് ആ കവിതയിലേക്ക് നോക്കിയാൽ കിട്ടും. രംഗ് സിലേഹെ പറയുന്നുണ്ട്, മഹക്ക് ഗന്ധവും നിറവും ഒക്കെ പറയുന്നുണ്ട് അല്ലേ. അതൊക്കെ കവിതയിൽ പറഞ്ഞല്ലോ. സിലേ എന്നുള്ള ഭാഗം നോക്കുക, അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ധൂബ് 1, പിന്നെ ദാ ഗോൻസലെ നിങ്ങൾ ഇവിടെ താഴേക്ക് എഴുതാണ് വേണ്ടത് കേട്ടോ. താഴെ എഴുതാനുള്ള സ്പേസ് ഉണ്ട്, അവിടേക്ക് എഴുതാം. ഗോൻസലെ, ഹവായെ, ഫൂൽ, സെമീനെ, കിനാരെ, അതൊക്കെയാണ് നമ്മളിവിടെ താഴെ എഴുതേണ്ടത്. പിന്നെ രംഗ്, മഹക്ക്, അത് കൂടാതെ 2 കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. രംഗ്, മഹക്ക്. ഓക്കെ, ഇവിടെ വീണ്ടും നിങ്ങൾക്ക് എഴുതാൻ സ്പേസ് ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതി വെക്കാം. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. സംബന്ധ് പഹ്ചാനേം ഓർ ജോഡേ ബനായേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബന്ധം മനസ്സിലാക്കിയിട്ട് ഇതിനെ യോജിപ്പിച്ച് എഴുതാനാണ് പറഞ്ഞത്. ജോഡികളാക്കാൻ, യോജിപ്പിക്കാൻ. ധൂബ് ഛായ അല്ലെ, വെയിലും അതുപോലെ തന്നെ തണലുമാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞത്. ധൂബ് ഛായ. മിട്ടി മണ്ണ്, നിറം രണ്ടും പറഞ്ഞിട്ടുണ്ട്. മിട്ടി, രംഗ്. മിട്ടി എന്താണ്? രംഗ്. പാനി ആകാശ്, പാനി ആകാശ്. ഫൂൽ പശ്മിനെ. ഇതാണ് നിങ്ങൾ ഇങ്ങനെയാണ് യോജിപ്പിച്ച് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ധൂബ് മേൻ സിൽനെ സെ ഛായയെ ബിഗർ ഗയി. ഇത് കവിതയുടെ വരിയിലെ ആശയമാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. കവിതാസെ യേ ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ. ഈ താഴെ തന്നിരിക്കുന്ന ഈ 4 ലൈന് ആശയങ്ങളാണ്. ഓരോ വരിയുടെയും, അതായത് ഈ 2 വരികളുടെ 2 വരിൻ്റെ ആശയമാണ് ഇവിടെ. ധൂബ് കെ സിൽനെ സെ ഛായയെ ബിഗർ ഗയി. ഈ ആശയം വരുന്ന വരി ഏതാണ് എന്ന് നിങ്ങളോട് കണ്ടെത്താനാണ് പറഞ്ഞത്. കണ്ടെത്തിയിട്ട് എഴുതാൻ. ഈ ആശയം വരുന്ന വരി കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക. ധൂബ് കെ സിൽനെ സെ ഛായയെ ബിഗർ ഗയി. അപ്പം നിങ്ങൾക്കത് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള വഴിയുണ്ട്. ഇതിൽ നോക്കുമ്പോൾ തന്നെ ഏകദേശം ധൂബ് എന്നും സിൽനെ, ഛായ, ബിഗർ എന്നൊക്കെ ഉള്ള വരി ഏതാണെന്ന് നോക്കുക. മനസ്സിലായോ? നേരെ നോക്കുക.
ധൂബ് സിൽനെ സെ ഛായായെ ബിഗർ ഗയി എന്നാണ് പറഞ്ഞത്. അത് ധൂബ് സിലീത്തോ ബിഗർ ഗയി, കതരൻ കതരൻ ഛായായ അല്ലേ. ധൂബ് എന്നുണ്ട്, ബിഗർ ഉണ്ട്, ഛായായ, ഇതൊക്കെ നമ്മൾ കണ്ട ആശയത്തിലുള്ള അതേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കണ്ടെത്തുക. കാരണം ഇങ്ങനെ പറഞ്ഞു തരാനുള്ള കാരണം എന്താണെന്ന് അറിയോ, എക്സാമിന് നിങ്ങൾക്കത് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് അത് ചോദിച്ചിരിക്കും. അപ്പോൾ ചില കുട്ടികൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കണ്ടെത്താൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രയാസമുള്ള മക്കൾക്കും അത് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഏകദേശം ഇതുപോലെ വരുന്നത് നോക്കിയിട്ട് കണ്ടെത്തുക. അപ്പോൾ ഒന്നാമത്തെ ആൻസർ അതാണ്. ഇനി രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തത് पेड़ ने रंग और सुगंध की सिलाई की. पेड़ ने रंग और सुगंध की सिलाई की. അതിൻ്റെ വരികളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. രണ്ടാമത്തെ ആൻസർ രംഗ് മഹക് കി ഹുയി സിലായി ഫൂൽ സിലെ പശ്മീനെ. രണ്ടാമത്തത് രംഗ് മഹക് കി ഹുയി സിലായി ഫൂൽ സിലെ പശ്മീനെ. അതാണ് രണ്ടാമത്തെ ആൻസറായിട്ട് വരുന്നത്. കണ്ടോ, പേട് രംഗ് കെ സുഗന്ധ് കി സിലായി, രംഗ് എന്നും സിലായി എന്നൊക്കെ ഉണ്ട്. ഏകദേശം വരുന്നുണ്ട് രംഗ് എന്നും സിലായി എന്നൊക്കെ വരുന്നുണ്ടല്ലേ. ഇനി നമുക്ക് നോക്കാം. പേടിനെ മിട്ടി രംഗ് ഹവ और पानी को തരാശ് കെ ജോഡാ ഹെ. ഈ അർത്ഥം വരുന്നത്, ഈ ആശയം വരുന്ന വരിയാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്. ആ ആശയം വരുന്ന വരി 3 നമ്പർ ഇട്ടിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിട്ടി രംഗ് ഹവാ പാനിക്കോ ജോഡാ ദിയ തരാശ്. ഓക്കെ, മൂന്നാമത്തത്. ഇനി നാലാമത്തെ ആശയം എന്താണെന്ന് നോക്കാം. അതിൽ നമ്മൾ ആ ഉത്തരം നോക്കിയാൽ തരാശ് എന്നുണ്ട് അല്ലേ. ഇവിടെയും തരാശ് ഉണ്ട്. ഓക്കെ. പേടിനെ പ്രത്യേക ഫലമേ അപ്നാ സ്വാദ് ബരാഹെ. മരം ഓരോരോ പഴങ്ങളിൽ തൻ്റെതായിട്ടുള്ള സ്വാദ് നിറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മാങ്ങയാണ് ഉദാഹരണമായിട്ട് പറഞ്ഞത് അല്ലേ. മാങ്ങയിൽ മാങ്ങയുടെ സ്വാദ് നിറച്ചിരിക്കുന്നു, മാമ്പഴത്തിൽ. അപ്പോൾ അതുപോലെ എല്ലാ പഴങ്ങളിലും നിറച്ചിരിക്കുന്നു എന്നർത്ഥം വരുന്നത് ആമുമേ ആമക്കെ സ്വാദ് സിലേഹെ ജാമുൻമേ ജാമുൻകെ. അതായത് ഓരോ പഴങ്ങളിലും ഓരോ സ്വാദ് നിറച്ചിരിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കിയത്. ഓക്കെ, അപ്പോൾ 4 നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇതിൽ നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. അതൊക്കെ നോക്കിക്കഴിഞ്ഞു. അതുപോലെ നിങ്ങൾ ചെയ്ത് വെക്കുക. അപ്പോഴേക്കും നമുക്ക് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഈ ആശയവും അതുപോലെ തന്നെ കത്തും പിന്നെ അവിടെ തന്നിട്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാം. എല്ലാവരും ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ അടുത്ത ദിവസം തന്നെ. അതുപോലെ നമുക്കൊരു കഥയാണ്, വളരെ മനോഹരമായൊരു കഹാനിയാണ് രണ്ടാമത്തെ ചാപ്റ്ററായിട്ട് വരുന്നത്. ആ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ അടുത്ത ദിവസം തന്നെ ചെയ്യുന്നതായിരിക്കും. ജൂലിയ ഓർ ലൂണ എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. നേഹ സിംഹാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതൊരു കഹാനിയാണ്, വളരെ മനോഹരമായൊരു കഹാനിയാണ്. ആ കഹാനി നമ്മൾ അടുത്ത ദിവസം തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.